ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. താറാമുട്ട കൊണ്ടുള്ള ഓംലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ താറാമുട്ട ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും, അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇഷ്ടമില്ലാതെ. അപ്പോൾ ഇത് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അപ്പോൾ സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒന്ന് അതിൻ്റെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നിനും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പും അതിലേക്ക്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇത് താറാമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മളൊരു 6 താറാമുട്ടയാണ് എടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കൂടി ഇടാം. അപ്പോൾ താറാമുട്ടൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയായിരിക്കും കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയ കാരണം കൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതിലത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ്, അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ മാറ്റുന്നത്. ഇനി നമ്മളിത് അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ താറാമുട്ട ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുരുമുളക് പൊടി ഇട്ട കാരണം കൊണ്ട് ഒരു സ്മെല്ലും അറിയില്ല. അപ്പോൾ നമ്മളിതാ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറിച്ചിടുന്നതിന് മുന്നേ മേലെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മറിച്ചിടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഓംലേറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും നമ്മളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇഷ്ടമായാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.